ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം വെണ്ണ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ. വലത്തെ കയ്യിൽ വെണ്ണൂരില പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടുക്കുഴലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അലങ്കാരവും മുരളീധരനെ പോലെ തന്നെ ഒരുപാട് ഭക്തരെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അലങ്കാരമാണ്, പലർക്കും പ്രിയപ്പെട്ട ഒരു അലങ്കാരമാണ്. അലങ്കാരം പ്രവചിക്കുക എന്ന് പറയുന്ന വീഡിയോയ്ക്ക് ചുവടിയായിട്ട് നിരവധി പേര് വെണ്ണയും ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന കണ്ണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഭക്തർ ഇഷ്ടപ്പെടുന്ന ഒരു അലങ്കാരമാണ്. വൈശാഖം അവസാനം എന്നൊക്കെ പറയുമ്പോൾ നല്ല തിരക്കാവും, ഭഗവാനെ കാണാനായിട്ട് കുറേ പേര് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ പേർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന അതേ രൂപത്തിലെ ഭഗവാൻ എല്ലാവർക്കും ദർശനം നൽകുകയാണ്. അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരത്തിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വെണ്ണ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഭഗവാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ആ വെണ്ണ കഴിക്കാനുള്ള ഒരു തിടുക്കവും കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താഗ്രഹം ചോദിക്കുകയാണെങ്കിലും തഥാസ്തു, അങ്ങനെയാണല്ലോ ഭഗവാൻ പറയുക. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്ന, നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു കേട്ടോ. വൈശാഖത്തിലെ നിരവധി പേര് വൈശാഖത്തിലെ ആ ഒരു മാസം വ്രതമൊക്കെ എടുത്തിട്ട് വൈശാഖം എങ്ങനെയാണോ ആചരിക്കേണ്ടത് ആ രീതിയിലൊക്കെ ആചരിച്ചിട്ടും ഒക്കെ ആയിരിക്കും ഭഗവാനെ കാണാനായിട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവർക്കെല്ലാം ആ ഒരു വൈശാഖ മാസത്തിൻ്റെ പുണ്യം ധാരാളമായിട്ട് നൽകുന്ന ഒരു ഭഗവാനായിട്ട് എപ്പോഴും വെണ്ണ കയ്യിലുണ്ടാകുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയാറുണ്ട്. ആ വെണ്ണയാകുന്ന പ്രസാദം ഭക്തർക്ക് എല്ലാവർക്കും നൽകാനും കൂടെ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നതെന്ന്. യഥാർത്ഥത്തിലെ അത് യഥാർത്ഥ വെണ്ണയൊന്നല്ല, അതെന്താണ്, ഭഗവാനോടുള്ള ഭക്തിയാണ്. ഭക്തിയാണ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഭഗവാൻ നൽകുന്നത്. അപ്പം അത് ലഭിക്കണേ, അത് നൽകണേ ഭഗവാനെ, നൽകി അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയെല്ലാം ഭഗവാൻ നടത്തി തരും. അങ്ങനെയാണ് പറയുക. അപ്പോൾ വെണ്ണയും ഓടക്കുഴലും പിടിച്ചിട്ട് പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ഒരു കുഞ്ഞികൃഷ്ണനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം കേട്ടോ. അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളും. എല്ലാവരും ഭഗവാന്റെ പാദങ്ങളിലൊന്ന് നമസ്കരിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും.